നമ്മുടെ പ്രിയങ്കരനായ സിനിമാ നടൻ സൂര്യ കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളിലും വാർത്തകളിലും നവമാധ്യമങ്ങളിലുമെല്ലാം നിറഞ്ഞു നിൽക്കുന്ന ഒരു സിനിമാ താരം സൂര്യ ഒരു ഫൗണ്ടേഷൻ ക്രിയേറ്റ് ചെയ്തതിന് ശേഷം, ഒരു ചാരിറ്റബിൾ സൊസൈറ്റി പോലെ ഒരു ഫൗണ്ടേഷൻ ക്രിയേറ്റ് ചെയ്തതിന് ശേഷം ആ ഫൗണ്ടേഷനിലൂടെ തനിക്ക് കിട്ടുന്ന വരുമാനം ചിലവഴിച്ചുകൊണ്ട് എല്ലാം ലോകം മുഴുവനുമുള്ള മാധ്യമങ്ങളും ലോകം മുഴുവനുമുള്ള മനസാക്ഷികളും നന്മയുള്ളവരെല്ലാം വളരെ ബഹുമാനപൂർവ്വം ആദരപൂർവ്വം ശ്രദ്ധിച്ചു കൊണ്ടിരിക്കുന്ന ഒരു വാർത്തയാണ്. തമിഴ് സിനിമാ നടനാണ് സൂര്യ എന്ന് പറയുന്നത്. അപ്പോൾ നിരവധിയായിട്ടുള്ള സിനിമകളിലെല്ലാം വളരെ ഹിറ്റായിട്ടുള്ള സിനിമകളിലൊക്കെ അഭിനയിച്ച് ലക്ഷം കോടികൾ ആസ്തിയുള്ള സിനിമാ നടനാണ് സൂര്യ എന്ന് പറയുന്ന തമിഴ് സിനിമാ നടൻ. അദ്ദേഹം ഒരു ചാരിറ്റി പ്രവർത്തനം ചെയ്യുന്നതിന് വേണ്ടി തൻ്റെ പേരിൽ ഒരു ഫൗണ്ടേഷൻ രജിസ്ട്രേഷനൊക്കെ ചെയ്ത് അതിലൂടെ ചെയ്യുന്നത് പാവപ്പെട്ട കുട്ടികളെ കണ്ടെത്തി പഠിപ്പിക്കുകയാണ്. അപ്പോൾ സമൂഹത്തിന് അദ്ദേഹം ചെയ്യുന്ന ഒരു നന്മ എത്ര വലുതാണെന്ന് നമ്മൾ ചിന്തിക്കണം. പഠിക്കാൻ ആഗ്രഹമുള്ള, പഠിക്കാൻ ടാലൻ്റുള്ള, പഠിക്കാൻ കഴിവുള്ള, സാഹചര്യങ്ങൾ കൊണ്ട് പഠിക്കാൻ കഴിയാതെ പോയ പാവപ്പെട്ട നൂറുകണക്കിന് ആയിരക്കണക്കിന് പിള്ളേരെ കണ്ടെത്തി ഏറ്റവും അവസാനം 51 ഡോക്ടർമാർ, ഒരു ഡോക്ടറായിട്ട് പഠിച്ചിറങ്ങുന്നതിനുള്ള ചിലവ് നമുക്ക് ചിന്തിക്കാവുന്നതിലധികമാണ്. സാധാരണക്കാരന് കൈകൊണ്ട് എത്തിപ്പിടിക്കാൻ പറ്റാത്ത, തൊടാൻ പറ്റാത്ത ഒരു മേഖലയാണ് മെഡിക്കൽ പ്രൊഫഷൻ എന്ന് പറയുന്നത്. അപ്പോൾ 51 ഡോക്ടർമാരെ പഠിപ്പിച്ച് വിജയിപ്പിച്ച് ഫീൽഡിൽ ഇറക്കിയിരിക്കുന്നു. അതിൻ്റെ സെറിമണിയിൽ അദ്ദേഹത്തിൻ്റെ കണ്ണ് നിറയുന്ന കഥകളാണ് ഓരോ വിദ്യാർത്ഥികളും അദ്ദേഹവുമായിട്ടും സമൂഹത്തോടും പങ്കുവച്ചത്. ഇതുപോലുള്ള നല്ല പ്രവൃത്തികൾ ചെയ്യാൻ കഴിവുള്ള ആയിരക്കണക്കിന്, ലക്ഷക്കണക്കിന്, കോടിക്കണക്കിന് പേര് ഇന്ന് ഇന്ത്യയിലുണ്ട്. അപ്പോൾ സൂര്യ അതിനൊരു മാതൃക മാത്രമാണ്. വലിയ മനസ്സിന്, ആ വലിയ നന്മയ്ക്കും ആ ചേതോ വിഹാരത്തിന് മനസ്സാലെ തന്നെ ഞാൻ നന്ദി അർപ്പിക്കുകയാണ്. അപ്പം ഇതുപോലെ ജനങ്ങളെ കൈകൊടുത്ത് സഹായിക്കാൻ എല്ലാ പണക്കാരന്മാരും തയ്യാറായി വന്നിരുന്നുവെങ്കിൽ സോഷ്യലിസം എന്ന് പറയുന്ന ഭരണഘടനയുടെ ആ പ്രിൻസിപ്പിൾ എന്നേ എടുത്തു കളയേണ്ടി വരുമായിരുന്നു. കാരണം എല്ലാവരും തന്നെ ഉന്നതിയിലേക്ക് എത്തുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. അപ്പോൾ ഏതാനും ചില അംബാനി ആദാനിമാരുടെ കയ്യിൽ മാത്രം ഇന്ത്യയുടെ പണം മുഴുവനും കുമിഞ്ഞുകൂടുകയും ബാക്കിയുള്ളവരുടെ സമ്പത്ത് കൂടി അവരുടെ കയ്യിലെത്തിപ്പെടുകയും ചെയ്യുമ്പോൾ പോലെ ഉള്ളവർ കൈയഴിഞ്ഞ് സഹായിക്കാത്തത് കൊണ്ടും മാത്രമാണ് ഇന്ത്യയിലെ സാധാരണക്കാരെന്നും സാധാരണക്കാരനായിട്ടും പാവപ്പെട്ടവനെന്നും പാവപ്പെട്ടവനായിട്ടും തൊഴിലാളി എന്നും തൊഴിലാളിയായിട്ടും നിലനിന്ന് പോരുന്നത്. അപ്പം സൂര്യ എന്ന് പറയുന്ന ആ വലിയ മനസ്സിൻ്റെ സൂര്യ തേജസ്, ആ വലിയ മനസ്സിൻ്റെ ഉടമ, ആ വ്യക്തി സമൂഹത്തോട് കാണിച്ച ആ വലിയൊരു പാന്താവ്, ഒരു വഴി, ഒരു മാർഗം, അതൊരു വിളക്കാണ്. ആ വിളക്ക് അദ്ദേഹത്തിൻ്റെ കാലശേഷവും അദ്ദേഹത്തിന് ശേഷവും ചരിത്രത്തിൻ്റെ ഇടങ്ങളിൽ, ജനമനസ്സുകളിൽ അദ്ദേഹം ജീവിക്കുമെന്നുള്ളതിൻ്റെ ഉറപ്പാണ്. അതുപോലെ തന്നെ എത്ര ഡോക്ടർമാർ, എത്ര IT പ്രൊഫഷണലുകൾ അദ്ദേഹത്തിൻ്റെ കീഴിൽ പഠിച്ചിറങ്ങി, അദ്ദേഹത്തിൻ്റെ സഹായം കൊണ്ട്, അദ്ദേഹത്തിൻ്റെ കടാക്ഷം കൊണ്ട്, അദ്ദേഹത്തിൻ്റെ നന്മ കൊണ്ട്, അദ്ദേഹത്തിൻ്റെ സാമ്പത്തികം കൊണ്ട് അദ്ദേഹം സഹായിക്കുന്ന ആ സഹായത്തിൻ്റെ പേരിൽ എത്ര കുടുംബങ്ങളാണ് രക്ഷപ്പെട്ടതെന്ന് സമൂഹത്തിൽ ഇന്ന് തെളിവായിട്ട് ജീവിച്ചിരിക്കുന്ന കഥാപാത്രങ്ങളായിട്ട് നിലനിൽക്കുന്നു എന്നുള്ളതാണ്. അപ്പം അവരുടെ എല്ലാവരുടെയും പ്രാർത്ഥനയും അനുഗ്രഹവും സൂര്യയ്ക്ക് എപ്പോഴും ഉണ്ടാകും. മാത്രമല്ല, ഈ സംഭവം അറിഞ്ഞതിന് ശേഷം സമൂഹത്തിലുള്ള നിരവധി പേര് അദ്ദേഹത്തെ അഭിനന്ദിച്ചുകൊണ്ട് നിരവധി വീഡിയോകളാണ് ഡെയിലി ഇറങ്ങിക്കൊണ്ടിരിക്കുന്നത്. അതിൽ നമ്മുടെ ചാനൽ ആ സന്ദേശത്തിൽ പങ്കുചേരാതിരിക്കുന്നത് നന്ദികേടാണ്. അതുകൊണ്ട് തന്നെയാണ് സൂര്യയ്ക്ക് എല്ലാവിധ ഭാവുകങ്ങളും അഭിനന്ദനങ്ങളും നൽകിക്കൊണ്ട് മറ്റുള്ള വലിയ മനസ്സുള്ള വലിയ പണക്കാരന്മാരും ആ സൂര്യയുടെ വലിയ മനസ്സിന് പാത പിന്തുടർന്നുകൊണ്ട് നന്ദി അർപ്പിച്ചുകൊണ്ട് അത്തരം നല്ല കാര്യങ്ങൾ ചെയ്ത് മുന്നോട്ട് വരണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഇതൊരു അപേക്ഷയും ഒരു റിക്വസ്റ്റുമായിട്ട് കണ്ട് എല്ലാ കോടീശ്വരന്മാരും, എല്ലാ സെലിബ്രിറ്റികളും ഈ ദൗത്യം ഏറ്റെടുത്ത് സമൂഹത്തിന് വലിയൊരു മാതൃക, സമൂഹത്തിന് വലിയൊരു നന്മ, സമൂഹത്തിൽ വലിയൊരു മാറ്റം കൊണ്ടുവരാൻ കഴിയും എന്ന് നമ്മൾ പ്രത്യാശിക്കുകയാണ്. അപ്പോൾ എല്ലാവരും അത്തരത്തിലുള്ള നല്ല കാര്യങ്ങളിൽ പങ്കാളിയാകുക. അതിന് ഏറ്റവും നല്ല ഒരു മനുഷ്യസ്നേഹിയായിട്ടുള്ള സൂര്യയ്ക്ക്
വീണ്ടും നന്ദിയും അഭിനന്ദനവും അറിയിക്കട്ടെ.